പുതിയ കോൺഗ്രസ്സിന് ആശയപരമായിട്ടൊരു വ്യക്തതയില്ല. അതൊരു ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുകയാണ്. കാറ്റെങ്ങോട്ടാണോ അങ്ങോട്ടാ പട്ടം പറക്കും. ഈ വന്ദേമാതരം AICCയിൽ ഇന്നലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട്. നേരത്തെ കേരളത്തിലെ ഉൾപ്പെടെ കോൺഗ്രസ് നിലപാടെടുത്തിരുന്നത് വന്ദേമാതരം പഴയ രീതിക്ക് തന്നെ ആലപിച്ചാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മളതിനെ നോക്കിയിട്ടാണ് CPIനെ നോക്കിയിട്ടാണ്? ഇതാണ് പുതിയ കോൺഗ്രസ്. പുതിയ കോൺഗ്രസ്സിന് ആശയപരമായിട്ടൊരു വ്യക്തതയില്ല. അതൊരു ചരട് പൊട്ടിയ പട്ടം പോലെ പറക്കുകയാണ്. കാറ്റെങ്ങോട്ടാണോ അങ്ങോട്ടാ പട്ടം പറക്കും. പക്ഷേ ഒരു ജനാധിപത്യ ബോധമുള്ള പാർട്ടിന് മാത്രമല്ല, സെക്കുലർ ബോധമുള്ള പാർട്ടിക്ക്, ഇന്ത്യയെ ഉൾക്കൊള്ളുന്നൊരു പാർട്ടിക്ക് ഒരിക്കലും വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണെന്ന് പറയാൻ പറ്റില്ല. ജനഗണമനയെ പിന്തള്ളുവാനും ആ സ്ഥാനത്തേക്ക് RSSൻ്റെ പ്രിയപ്പെട്ട വന്ദേമാതരത്തെ കൊണ്ടുവരാനും BJP ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തേ തീരും. ആ സ്റ്റാൻഡ് വന്ദേമാതരം BJPക്കോ RSSനോ പ്രിയങ്കരമാണെങ്കിൽ പോലും ഇന്ത്യക്ക് ആ പാട്ടിനെ ദേശീയ ഗാനമായിട്ട്, ദേശീയ ഗീതമായിട്ട് പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഖണ്ഡിതമായി പറയേണ്ട വേളയിൽ AICC ആസ്ഥാനത്ത് എല്ലാ വരികളും പാടുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എല്ലാം കേട്ടു നിന്നു. കോൺഗ്രസ്സിന് അറിയില്ല എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം പഠിക്കാൻ ശ്രമിക്കണം. വന്ദേമാതരത്തിൻ്റെ 2ാം സ്റ്റാൻസ് കഴിഞ്ഞാൽ 3ാം സ്റ്റാൻസ് മുതലുള്ള ഓരോ വരികളും ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവതകളെ വാഴ്ത്തിപ്പാടുന്നവയാണ്. അങ്ങനെയുള്ളൊരു പാട്ട് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ ആക്കി മാറ്റാൻ ആര് ശ്രമിച്ചാലും ഇന്ത്യയിലെ കോടാനുകോടി പൗരന്മാരെ അത് ആശങ്കയിലാഴ്ത്തും. സ്വന്തം നാട്ടിൽ തങ്ങൾ സുരക്ഷിതരാണോ? തങ്ങളുടെ ആശയങ്ങൾക്കിവിടെ സംരക്ഷണമുണ്ടോ? ഇതൊക്കെ അവർ ചോദിക്കും. ചിന്തിക്കേണ്ട കടമയുണ്ട് കോൺഗ്രസിന്. ആ പാർട്ടി ഗാന്ധി നെഹ്റു പാരമ്പര്യമുള്ള പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദം ശരിയാണെങ്കിൽ സംഭവിച്ച കാര്യം വലിയ തെറ്റാണ്. ആ തെറ്റിന് കോൺഗ്രസ് നിരുപാധികമായിട്ട് മാപ്പ് പറയണം. അത് മാത്രമല്ല പ്രശ്നം, സോണിയാഗാന്ധിയും ഖാർഗെയും തടഞ്ഞിട്ട് പോലും അത് പൂർണ്ണമായിട്ട് പാടിയെന്നുള്ളതാണ്. സോണിയാഗാന്ധിയും ഖാർഗെയും രാഹുലും എല്ലാം തമ്മിൽ വിടവുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ വിഷയത്തിൽ. എന്തായാലും നമ്മളെല്ലാം കണ്ട കാഴ്ചയതാണ്. അവിടെ അത് മുഴുവൻ പാടി. സോണിയാഗാന്ധി കൈയെടുത്തെന്തോ പറയാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജലൻ രമേഷ് പറയുന്നത് ഖാർഗെജി കളിക്കാൻ വേണ്ടി കസേര എടുക്കാൻ പറയുകയാണെന്നാണ്. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആശയക്കുഴപ്പത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ദാറ്റ് പാർട്ടി ഈസ് അബ്സല്യൂട്ട്ലി കൺഫ്യൂസ്ഡ്.